ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് ഒരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ കാഴ്ചവെക്കുന്നത് ജെൻസി കണ്ണൂരിൽ നിന്നാണ്. ആ മകൾക്കൊരു വീടും സ്ഥലവും കിട്ടുന്നതിന് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസി ബാബു കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടി, ഒരു വീട് വെക്കുന്നതിന് വേണ്ടി, സ്ഥലം വിറ്റു പോകുന്നതിന് വേണ്ടി, സഹോദരന് ഒരു വണ്ടി വാങ്ങുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിജോ ജോസഫ് രോഗസൗഖ്യത്തിന് വേണ്ടി, തലയിലെ ബ്ലോക്ക് മാറി സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജോയുടെ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടാതെ സോണിയുടെ കുടുംബത്തിന് എല്ലാ നന്മയും ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആഷ്ന വിദ്യാഭ്യാസത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിൽ വിജയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരുടെ നിയോഗങ്ങൾ ഇന്ന് സമർപ്പിച്ചാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം 1 സാമുവേൽ 3:10. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുമ്പിലത്തെ പോലെ സാമുവൽ സാമുവൽ എന്ന് വിളിച്ചു. സാമുവൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? സാമുവൽ പ്രവാചകനെ ദൈവം വിളിക്കുന്ന സമയമാണ് അല്ലേ? 2 പ്രാവശ്യം വിളിച്ചപ്പോഴും അത് ഏലിയായാണ് വിളിക്കണമെന്ന് മനസ്സിലാക്കി ഏലിയായോട് വന്ന് സാമുവേൽ ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട് അല്ലേ? 3-ാം പ്രാവശ്യം വിളിച്ചപ്പോൾ ഏലിയയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഏലിയ പറയാണ്, ഇനി നിന്നെ വിളിച്ചാൽ നീ ഇതുപോലെ പറയണം. അതാണ് സാമുവേൽ പറഞ്ഞത്, കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ഇടപെടലും ഈശോയുടെ സ്വരവും പല വ്യക്തിയിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒന്ന് പള്ളിയിൽ പോകാനായിട്ട് വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടാനായിട്ട് വിളിക്കുന്നതായിരിക്കാം. അങ്ങനെ പലതരത്തിൽ ഈശോയുടെ സ്വരം പല വ്യക്തിയിലൂടെ കേൾക്കും. അപ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കാതെ നമ്മൾ അതിന് തിരിഞ്ഞു നടക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ദൈവം ഏത് വ്യക്തിയിലൂടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലൂടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള പഴുത് ദൈവത്തിനറിയാം. അപ്പൊ ആ ദൈവത്തിന്റെ സ്വരം കേൾക്കാനുള്ള ഒരു കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവെ, ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമുഖത്തിൽ പ്രാർത്ഥിച്ച എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. വീടും സ്ഥലവും വാങ്ങാനുള്ളവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ തടസ്സങ്ങൾ മാറി അവർക്ക് യോജിച്ച വിവാഹ ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ വണ്ടി മേടിക്കാനുള്ള സാമ്പത്തിക മേഖല നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർക്ക് നല്ല പുതിയൊരു വീട് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയിലിരിക്കുന്ന കുടുംബങ്ങൾ കടബാധ്യതയുടെ കെട്ടുകളെല്ലാം അഴിച്ച് അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല പഠന മേഖലയിൽ മികവും നല്ല ഉയർച്ച ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയെ ഭയപ്പെടുന്ന മക്കൾക്ക് ആ ഭയമെല്ലാം മാറി അവർക്ക് ഉന്നത വിജയം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലയിലെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകന്റെ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ അനുഗ്രഹം ഈ കുടുംബങ്ങളിൽ വന്നു നിറഞ്ഞ് എല്ലാ സമൃദ്ധിയും കൊണ്ട് ഇവരെല്ലാവരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ, 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 ഹാലേലുയ. കർത്താവെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ പുതിയ പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയ, ഒരു ദിവസം കൂടി കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയ ഈശോയ്ക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.